ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, മാത്യു വാൻഡക് സോഷ്യൽ മീഡിയയിൽ ഇയാൾ അറിയപ്പെടുന്നത് മാധ്യമ പ്രവർത്തകനായിട്ടാണ്. ചില സ്ഥലങ്ങളിൽ ഇയാൾ സാമൂഹ്യ നിരീക്ഷകനായിട്ട് അറിയപ്പെടുന്നു. ഇന്ത്യയിലേക്ക് ഇയാൾ വന്നത് മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടാണ്. മനുഷ്യാവകാശ പ്രവർത്തകനായിട്ട് വന്നിട്ട് മിസോറാം വഴി കടന്നു വന്ന് മ്യാൻമറിലേക്ക് കയറി ഡ്രോൺ സ്മഗ്ലിംഗ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നു. ഇയാളെ പിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വളരെ സവിസ്തരം കൊടുത്ത വാർത്തയാണ്. ആ വാർത്ത ഒരുപക്ഷെ കേരളത്തിൽ വലിയ ചർച്ചയായില്ല. അത് നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് ആണ് നല്ല രീതിയിൽ ചർച്ച ചെയ്തത് എന്നുള്ളതിൽ എനിക്ക് അതിൽ അഭിമാനമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇത് നമുക്ക് ചർച്ച ചെയ്യാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കില്ല. മാത്യു വാൻഡക്കിന്റെ സഹായം ഇവിടെയുള്ള ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോ നമ്മുടെ NIA അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. കുക്കി അടക്കമുള്ള മണിപ്പൂർ ഇത്രയും നാൾ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവര് ചോദിച്ചു, എന്താണ് മണിപ്പൂർ കത്തുന്നത്, നരേന്ദ്രമോദി എന്താണ്? അത് കൃത്യമായിട്ട് ഇയാളുടെ കയ്യിൽ നിന്നും മറ്റ് ക്ഷുദ്രശക്തികളുടെ കയ്യിൽ നിന്നുമുള്ള ഫണ്ടിങ് മണിപ്പൂരിനെ കൃത്യമായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു അവിടെയുള്ള റയറ്റ്സിന് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ NDTV ഇന്നൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓർക്കണം, NDTV ആണ് കൊടുത്തിരിക്കുന്നത്. മാത്യു വാൻഡക്കിന്റെ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വംശീയ കലാപകാരികളെ പരിശീലിപ്പിക്കുന്നതിനായി മ്യാൻമറിലേക്ക് പോകാൻ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നതിന് കുറ്റം ചുമത്തി ഇന്ത്യൻ കസ്റ്റഡിയിൽ കഴിയുന്ന അമേരിക്കൻ പൗരൻ മാത്യു ആരോൺ വാൻഡക്ക് ഇയാൾ പറയുന്ന വാക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞാൻ വിദേശികളെ അയക്കുന്നില്ല. തദ്ദേശീയ ജനതയെ സ്വയം യുദ്ധം ചെയ്യാൻ സഹായിക്കാൻ കഴിയുന്ന ആളുകളെയാണ് ഞങ്ങൾ അയക്കുന്നത്. ആക്രമണത്തിൽ പങ്കെടുക്കാൻ അവരെ പരിശീലിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് സമയമുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായ സമയം തന്നെയുണ്ട്. ഒരുപക്ഷെ 4 മുതൽ 6 ആഴ്ച വരെ ഒരു ജനതയിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കുന്ന ആൾക്കാരെ ആ ജനതയെ പിരിക്കാനായിട്ട് ഞങ്ങൾ പരിശീലിപ്പിക്കാൻ ഉള്ള സമയം നമുക്ക് എടുക്കും എന്നാണ് കൃത്യമായിട്ട് ഇയാൾ പറയുന്നത്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ ക്രിസ്ത്യൻ സായുധ സംഘങ്ങളുമായി പ്രവർത്തിക്കുന്ന മറ്റു ഗ്രൂപ്പുകളില്ല. സ്വാതന്ത്ര്യം ഒരു സാർവത്രിക അവകാശമാണ്. സൺസ് ഓഫ് ലിബർട്ടിക്ക് ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദശാബ്ദത്തിലേറെ മുമ്പ് ഹിസ്റ്ററി നൗ എന്ന യൂട്യൂബ് ചാനലിൽ ഇയാൾ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ NDTV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 2014 മുതൽ ഇറാഖിലെ നഗരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ISIS പിടിച്ചെടുക്കാൻ തുടങ്ങിയതിനു ശേഷം നിർമ്മിച്ച വാൻഡക്കിന്റെ കൃതികളെ കുറിച്ചുള്ള പരമ്പരയിലാണ് ഇറാഖികളെ കൊല്ലാൻ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ച് ഇയാൾ സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും, എനിക്കൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പറയുകയാണ് അവിടെ ISIS, ഇവിടെ അൽ ഖ്വയ്ദ, ഇവിടെ മറ്റേ ലഷ്കർ ഇ ത്വയ്ബ, ഇവിടെ നമ്മുടെ ജെയ്ഷെ മുഹമ്മദ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ചേട്ടാ, ഇതിന്റെ എല്ലാം പിന്നിൽ ഈ അമേരിക്കയും ഈ സംഘടനകളെ അവിടെ നിന്നും വളർത്തി, ഇപ്പൊ ഒസാമ ബിൻ ലാദനെ പോലും വളർത്തിക്കൊണ്ടുവന്നതാണ് അമേരിക്കയാണല്ലോ. അവർ തിരിച്ചടിച്ചു, അത് വേറെ കാര്യം. റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ അമേരിക്ക വളർത്തിക്കൊണ്ടുവന്നു. ഇതിനെല്ലാം പിന്നിൽ ഇവിടെയുള്ള ഈ സുഡാപ്പികൾ പറയുന്നത് പോലെ ഒരു സയനിസ്റ്റ് അമേരിക്കൻ ഭീകരവാദം കൂടെ ഇല്ലേ? ഇതിന്റെ റൂട്ട് കോസ് അതല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടെ എനിക്കുണ്ട്. ഇത് പതിറ്റാണ്ടുകളായിട്ട് നമ്മളെല്ലാം പറയുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ RSS ആകും, അല്ലെങ്കിൽ വർഗീയവാദിയാകും, ഇതൊക്കെ ആകും. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ വാൻഡക്കിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലേക്കും അന്വേഷണം നീളുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഇതിനോടൊപ്പം. കാരണം ഇതിന്റെ പിന്നില് ഇയാളുടെ സഹായം തേടിക്കൊണ്ട് മണിപ്പൂരിൽ കലാപം നടത്തുകയും അവിടെ ഈ ആധുനിക ആയുധങ്ങൾ യൂസ് ചെയ്ത കുക്കി ഗ്രൂപ്പുകളാണ്. അതിന്റെ ഡീറ്റെയിൽസുകളാണ് ഇപ്പോൾ നാഷണൽ മീഡിയസ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പിടികൂടിയിരിക്കുന്നത് മിസോറാമിൽ കടന്നിട്ട് ഇവർ ചെയ്യുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസോറാമിൽ എത്തിയിട്ട് ആ മിസോറാമിൽ ഇവർക്ക് ഈ ആയുധ പരിശീലനം കൊടുക്കും. മിസോറാം വഴി ഇന്ത്യയിലേക്ക് കടത്തിവിട്ടുണ്ട് കുക്കി ഗ്രൂപ്പ്സിനാണ് ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ മാസം ഡ്രോൺ ബോംബാണ് കുക്കികൾ ഉപയോഗിച്ച കലാപത്തിൽ. ഡ്രോൺ ബോംബ് ഉപയോഗിച്ചിരുന്നു. 2023 ഈ വംശീയ കലാപത്തിൽ കുക്കികൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ, അതായത് RPG അവർ യൂസ് ചെയ്തിരുന്നു. അതുപോലെ ഹൈടെക് ഡ്രോണുകള്, ദീർഘദൂര സ്ലിപ്പർ റൈഫിൾസ്, ഇതൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്നു. ഇംഫാൽ വെസ്റ്റിലെ കൗട്രിക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്ന കലാപത്തിൽ ഹൈടെക് ഡ്രോൺ ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സേനയ്ക്ക് പോലും വലിയ അതിശയമല്ല. കാരണം ഈ പ്രാദേശികമായ സംഘർഷം എന്നാണല്ലോ ഇവിടെ പറയുന്നത്. കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങളും കേരളത്തിലെ ചില ആൾക്കാരും പറയുന്നത് കുക്കികളും മേത്തികളെ, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുന്നു. പകരം അതല്ല, ഈ കുക്കികൾ അവിടെ വലിയ രീതിയിൽ തന്നെ ഇത്തരം ആധുനിക ഡ്രോണുകളും ഈ സ്ലിപ്പർ റൈഫിൾസും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഭയങ്കരമായ ഭീകരവാദമാണ് അവിടെ നടക്കുന്നത്. ആ ഭീകരവാദത്തിനാണ് ഈ പറയുന്ന മാത്യു വാൻഡക്ക്
എല്ലാവിധ സഹായവും നൽകിയിരിക്കുന്നത്. കാരണം മ്യാൻമാറിനെ സംബന്ധിച്ച് ഈ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ കറുപ്പ് മയക്കുമരുന്ന് കച്ചവടം ഇല്ലെങ്കിൽ മയക്കുമരുന്ന് കൃഷി ഇപ്പൊ കറുപ്പ് കൃഷി അനുവദിക്കുന്നില്ല. ഇപ്പോൾ കറുപ്പ് കൃഷി ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് മ്യാൻമാറിലാണ്. 17% ഈ അടുത്ത് അവിടുത്തെ ഈ മയക്കുമരുന്നിന്റെ വ്യാപാരം വർദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ മയക്കുമരുന്ന് കടത്തും ഈ ആയുധക്കടത്തുമാണ് ഇവർ ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ ഒരു സായുധ ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുക. അത് തന്നെയാണ് ഈ മാത്യു വാൻഡക് എന്ന് പറയുന്ന ആൾ 10 വർഷം മുമ്പ് നൽകിയ അഭിമുഖത്തിൽ അയാൾ പറയുന്നത്. ലോകത്തെമ്പാടും അത്തരത്തിലുള്ള സായുധ ഗ്രൂപ്പുകളെ വളർത്തിയെടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളത്. അപ്പൊ കുക്കി മേത്തി സംഘർഷം വെറുമൊരു ഗോത്രവർഗ കലാപം എന്ന് പറയുന്നതോടോ നമുക്ക് യോജിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, അതൊരു ക്രിസ്ത്യൻ ഹിന്ദു സംഘർഷം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. പകരം ഈ രാജ്യം നടക്കുന്ന ഭീകര പ്രവർത്തനമാണെന്നാണ് ഈ തെളിവുകൾ നമ്മോട് സംസാരിക്കുന്നത്. കാരണം ഒരു വംശീയ കലാപം ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വർഗീയ കലാപം ആദ്യമായിട്ടാണ് നടക്കുന്നത്. യുപിയിൽ, ബീഹാറിൽ, കേരളത്തിൽ പോലും നടന്നിട്ടില്ലേ? അവിടെ കമ്പും വടിയും പെട്രോൾ ബോംബുകളും മറ്റുമാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. അവിടെ ആരെങ്കിലും സ്ലിപ്പർ റൈഫിൾസ് യൂസ് ചെയ്യാറുണ്ടോ? ഹൈടെക് ഡ്രോണുകൾ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഹൈറ്റ് പ്രൊപ്പൽഡ് ആയിട്ടുള്ള ഈ ഗ്രനേഡുകൾ യൂസ് ചെയ്യാറുണ്ടോ? ഇതൊന്നും നമ്മൾ RPG എന്നൊക്കെയുള്ള ഗ്രനേഡുകളൊന്നും യൂസ് ചെയ്യാറില്ല. ഇത് തീവ്രവാദികൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോഴേ നമ്മൾ അന്നത്തെ നമ്മുടെ ഈ ന്യൂസ് ചാനൽ, നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഉണ്ടാക്കുന്നത് നമ്മൾ അന്നേ പറഞ്ഞു, 2 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞു ഇതിന്റെ പിന്നിൽ വിദേശ കാര്യങ്ങളുണ്ട്, വിദേശ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. 9 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു മിസൈൽ ആയിരുന്നു മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെ ഈ കുക്കികൾ അയച്ചത്. അതായത് മേത്തി അന്ന് വലിയ വാർത്തയായിരുന്നു എങ്ങനെ ഈ മിസൈലുകൾ വന്നു എന്നുള്ളത് നാട്ടിൻപുറത്ത്. അപ്പോൾ നമുക്കറിയാം വടക്കിഴക്കൻ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സാധനം അവിടെ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അവിടെ നടന്ന കലാപം, മേത്തികൾക്ക് നേരെ നടന്ന ആക്രമണ സംഭവങ്ങൾ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇത്ര ഹൈറ്റ്, അതായത് ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് സാധാരണ ഭീകരവാദികളാണ്. അത് എങ്ങനെയാണ് ഈ പ്രാദേശിക സംഘർഷത്തിൽ വന്നതെന്നുള്ള ഒരു വലിയ അന്വേഷണമായിരുന്നു. പക്ഷെ 2 വർഷം മുമ്പ് എല്ലാ മാധ്യമങ്ങളും, നമ്മളടക്കം എല്ലാ ദേശീയ മാധ്യമങ്ങളും ആ വാർത്ത ഗംഭീരമായി തന്നെ നൽകിയിരുന്നു. അന്നേ നമ്മൾ പറഞ്ഞൊരു വിദേശ ശക്തികളുടെ സഹായമുണ്ടെന്ന്. പിന്നീട് ഷേഖ് ഹസീന വന്നപ്പോഴാണ് കുറച്ചുകൂടി അത് വ്യക്തത വന്നത്. ഷേഖ് ഹസീന വന്നപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? അമേരിക്ക ഞങ്ങളോട് ചോദിച്ചു, ഒരു ക്രിസ്തീയ രാജ്യം സ്ഥാപിക്കാനായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. കാരണം മയാൻമാറിന്റെയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും ബംഗ്ലാദേശിന്റെയും ഒരു ചെറിയ ഭാഗം തന്നുകൊണ്ട് ബംഗ്ലാദേശിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയൂ. മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒരേ സമയം അറ്റാക്ക് ചെയ്തുകൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക എന്നൊരു വലിയ അജണ്ട. അതിന്റെ ഭാഗമായിട്ടാണ് മതപരിവർത്തനം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് കലാപം ഉണ്ടായാൽ വിവിധ സ്ഥലങ്ങളിൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്രകടനം നടത്താനും കലാപം ഉണ്ടാക്കാനും ഒരു ഗ്രൂപ്പുകളെയാണ് ഇവർ പലർത്തും സൃഷ്ടിച്ചെടുക്കുന്നത്. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞവർ നടത്തുന്നതും ഇത്തരം ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചെടുക്കലാണ്. ഇത്തരം ഗ്രൂപ്പുകളെ ഇവർ തെരുവിലിറക്കി പ്രാക്ടീസ് നൽകുന്നുണ്ട്. പറയുന്നത് പ്രതിഷേധ പ്രകടനം, നിരാഹാരം ഇല്ലെങ്കിൽ മൗന പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ഈ തെരുവിലിറക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും അടക്കം അത് കലാപമായി മാറുന്നുമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെയാണ് തടയിടേണ്ടതായി വരുന്നത്. ഇന്നലെ നരേന്ദ്രമോദി ഒരു സർക്കാർ ഒരു വലിയ നിയമം പാസ്സാക്കി. വലിയ നിയമം എന്ന് പറഞ്ഞാൽ അത് പാസ്സാകാൻ പോകുന്നു. ആ നിയമം നല്ല കാര്യമാണ്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന NGO-കളെ ഇനി മുതൽ അവരുടെ നിരോധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ ആസ്തികൾ മുഴുവൻ കണ്ടുകെട്ടും. അതായത് വിദേശത്ത് നിന്നും ഇല്ലീഗലായിട്ട് ഫണ്ട് സ്വീകരിക്കുന്നത്, അതായത് അതിനകത്ത് FRC കൃത്യമായി നൽകാൻ കഴിയാതെ വരുന്ന സംഘടനകളെ ലൈസൻസ് റദ്ദ് ചെയ്യുക മാത്രമല്ല ആസ്തികൾ കൂടി പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ആസ്തി വെച്ച് കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങുകളും ഇല്ലെങ്കിൽ കൊട്ടാര സദൃശ്യമായ വീടുകളും മറ്റുമൊക്കെ പോകുമെന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇതിന് മുൻകാല പ്രാബല്യം കൊടുത്താൽ നിലവിൽ 25,000 NGO-കളെ ഇതേ രീതിയിൽ തന്നെ പൂട്ടിക്കിട്ടിയിട്ടുണ്ട്. ആ 25,000 NGO-കളുടെ കീഴിലുള്ള ഈ വസ്തുവകകൾ സർക്കാർ കണ്ടുകെട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടുകൂടി ആ ഒരു വലിയ ഭാഗം അവിടെ തീരും. ഇത്രയും നാളെ ഉണ്ടാക്കി ഈ രാജ്യം തകർക്കാൻ വേണ്ടി വാങ്ങിച്ചു കൂട്ടിയ പൈസയ്ക്ക് ഉണ്ടാക്കിയതെല്ലാം സർക്കാർ കൊണ്ടുപോകുന്ന ലക്ഷണം. പോപ്പുലർ ഫണ്ടിന്റെ ഇതൊക്കെ ഇപ്പൊ സർക്കാരിലല്ലേ ഇരിക്കുന്നത്. അതിന്റെ ആ സാഹചര്യം വരും. അതിന് മുൻകാല പ്രാബല്യത്തോടാണോ വരുന്നത് എന്നുള്ളത് അറിയില്ല. മിക്കവാറും മുൻകാല പ്രാബല്യത്തോട് തന്നെ ആയിരിക്കും, പുതിയതായിട്ട് ആയിരിക്കത്തില്ല ഒരിക്കലും. അതിന് 2 വർഷത്തെ മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ ഒരു 25,000 സംഘടന, അതായത് ക്രിസ്തീയ സംഘടനയുണ്ട്, ഹിന്ദു സംഘടനയുണ്ട്, സിഖുകാരുടെ സംഘടന, എല്ലാവരുടെയും ഉണ്ടത്. അതായത് വിദേശ ഫണ്ട് വാങ്ങിയത് ഇല്ലീഗലാണ്. ഇല്ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകൾ കാണിക്കാത്തതുകൊണ്ട് അവർക്ക് അപ്പീലിന് പോയിട്ട് അത് റെഡിയാക്കാൻ കഴിയും. അതല്ല, ആ പണം മറ്റു പല പരിപാടിക്ക്. അതിനാൽ ഭൂരിപക്ഷം സംഘടന, കൂടെ കുറെ പരിസ്ഥിതി സംഘടനകൾ ഉണ്ടായിരുന്നു, മാനുഷികവാദ സംഘടനകൾ ഉണ്ടായിരുന്നു, മതസംഘടനകൾ ഉണ്ടായിരുന്നു. ഇവരൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മുമ്പ് പരിസ്ഥിതി സംഘടനകൾ ഇവിടെ എന്തിനും ഏതിനും വരും. ഇപ്പൊ തിരുവനന്തപുരത്ത് BB രാജേഷിന് ഇപ്പൊ ഈ പട്ടിയെ പിടിച്ച് കൂട്ടിലാക്കാൻ കഴിയത്തില്ലായിരുന്നു. പരിസ്ഥിതി സംഘടനകൾ ഇപ്പൊ പഴയതുപോലെ ആയിരുന്നെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു തന്നെ. പുള്ളിയുടെ വീടിന്റെ വാതിക്കലൊക്കെ പോയി സത്യാഗ്രഹം കിടന്നു. ഇന്നതില്ല, അടിച്ചൊതുക്കിയതുകൊണ്ട് ഇപ്പൊ ഇതില്ല. അപ്പം ഈ കുക്കികളുടെ പിന്നിൽ ഇപ്പൊ ഇത്തരം സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ തെളിവുകൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു രാജ്യം സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞ കുറെ കാലമായി ശ്രമിക്കുന്നവർ 2047 ആകുമ്പോഴേക്കും ഇത് അവരുടേതായ രാജ്യം മാറ്റും എന്ന് ഇസ്ലാമിസ്റ്റുകളെ പോലെ പറയുന്ന ഇവാഞ്ചലിസ്റ്റുകളും ഈ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ സായുധ കലാപത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മിസോറാമിൽ നടക്കുന്നുണ്ട്. മിസോറാമിൽ നിന്നാണ് ഈ പറയുന്ന മാത്യു വാൻഡക് ഈ മ്യാൻമാറിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം നമുക്ക് കൂട്ടി വായിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി തന്നെ പട്ടാളം ഇറങ്ങി
പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഇപ്പോൾ വലിയ അനക്കമില്ലാത്തത്? കാരണം പട്ടാളത്തിന് മുൻപിൻ നോക്കേണ്ട ആവശ്യമില്ല, അവരതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. മുൻപത്തെ പോലെ അല്ല ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. മുൻ സർക്കാരുകൾ പതറി നിന്നിടത്താണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സൈന്യം അവർക്ക് നേരെ വെടി തീർക്കുന്നത്. മുൻപ് അവർ പതറി നിൽക്കുമായിരുന്നു, ഗോത്രവർഗമല്ല മറ്റേ. ഇപ്പൊ ഗോത്രവർഗം നമുക്ക് ഇതിന് പറയാൻ കഴിയില്ല. ഗോത്രവർഗങ്ങളെ കൊണ്ട് ആയുധം എടുപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സംഘടിതമായ ഒരു കലാപത്തിലേക്ക് നീങ്ങുക, അതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത്. 0.5 തീവ്രവാദികൾ ഈ രാജ്യത്തുണ്ട്. രാജ്യത്തിന്റെ ശത്രുക്കൾ ഈ രാജ്യത്ത് തന്നെയാണുള്ളത്. 2.5 ആണ് ഇന്ത്യയുടെ ശത്രുക്കൾ. 2 ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനുമാണ്. ഇനി 0.5 എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് തന്നെയുള്ള ഇതിനൊക്കെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളും അതുപോലെ തന്നെ ഈ നവസഭയിൽപ്പെടുന്നവരും ഒപ്പം തന്നെ അവർക്ക് പിന്തുണ കൊടുത്ത് ആയുധം കൊടുത്ത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കലാപത്തിന് ശ്രമിക്കുന്നവരാണ്. അത് അവരുടെ ഒരു പൊട്ടിത്തെറിയാണിത്. ഇത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കത് ചെയ്യാമായിരുന്നു, സക്സസും ആയാലും ഒരു പക്ഷേ അത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് സക്സസ് ആയിരുന്നു. പക്ഷെ അവരുടെ കണക്കുകൂടൽ തെറ്റിച്ചുകൊണ്ടാണ് 2014 മോദി അധികാരത്തിലേറുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് കയറിയത്. ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല BJP അധികാരത്തിൽ വരുമെന്ന്. BJP അധികാരത്തിൽ വരുമെന്ന് റിപ്പോർട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല 2019 തുടർഭരണം കിട്ടുമെന്നും 2024 മോദി തുടരുമെന്നും ഒരു ആരും റിപ്പോർട്ട് ചെയ്തില്ല, മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. കണക്കുകൂടൽ തെറ്റിച്ചുകൊണ്ട് മോദി വന്നിടത്താണ് ഈ പദ്ധതികൾ മുഴുവൻ പാളിപ്പോയത്. ആ പാളിയെ ബോംബുകളാണ് ഇപ്പോൾ ഓരോന്നും അവിടെ ഇവിടെ ഇങ്ങനെ ചീറ്റുന്നത്. ഇപ്പൊ ആർക്കും കരച്ചിലില്ലല്ലോ, ഇപ്പൊ ആർക്കും സങ്കടമില്ലല്ലോ. ഇപ്പം അവിടെ സംഘർഷം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മണിപ്പൂരിൽ സംഘർഷമുണ്ട്, മിസോറാമിൽ സംഘർഷമുണ്ട്. ഇപ്പോഴും ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അവിടെ വണ്ടി കത്തിക്കുകയോ വീടുകൾ കത്തിക്കുകയോ ഒക്കെ ചെയ്തു. എന്താ ഇവിടുത്തെ മാധ്യമങ്ങൾ മിണ്ടാത്തത്? ഇവിടെ ആർക്കും എന്താ അതിനെ കുറിച്ച് കരച്ചിലില്ലാത്തത്? ഞങ്ങളെ ദ്രോഹിക്കുന്നതിന് ആരും എന്താ പറയാത്തത്? മറ്റേതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലടക്കം. ഇനിയിപ്പോ പൊക്കിക്കൊണ്ട് പോകുമ്പോൾ അറിയാം ആരൊക്കെ ആയിരുന്നു എന്നുള്ളത്. ഇവിടുന്ന് ഒരുപാട് പേര് അവിടെ പോയി കിടന്ന് മെഴുകിയായിരുന്നല്ലോ. ഈ മെഴുകിയത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഇതിനകത്ത് മലയാളികൾ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം മേഖലകളിലൊക്കെ. അവിടുന്നുള്ള റിപ്പോർട്ടുകൾ, ഫേക്ക് റിപ്പോർട്ടുകൾ അടക്കം അന്ന് 2 വർഷം മുമ്പ് അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. അതായത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് ഇപ്പൊ തെളിഞ്ഞു വരുന്നു. ഇതാണ് നടക്കുന്നത്. ഇത് 0.5 ആണ്. അതായത് ഞാൻ പറഞ്ഞില്ല, മോദിയുടെ 2ാം ഘട്ട പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആ ഒരു പവർ ഇല്ലാതാക്കുക എന്നായിരുന്നു. അതെന്തായാലും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളെ നിരോധിച്ചോടുകൂടി ഇല്ലെങ്കിൽ അവരെ കൂട്ടിക്കെട്ടിടുക. ഇനി അടുത്തത് ഇവരാണ്. അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പാണ് ഈ നിലവിളി നെഞ്ചത്തടിയമൊക്കെ തുടങ്ങുന്നത്. RSSനെ നിരോധിച്ചു കളയും, ഇല്ലെങ്കിൽ വിശ്വഹിന്ദുപരിഷത്തിനെ ഇല്ലാതാക്കി കളയും, മൂക്കിക്കേറ്റും ചാക്കിക്കേറ്റും എന്നൊക്കെ പറയും. ഇത് ഇന്ത്യയാണെന്നുള്ള കുറഞ്ഞ പക്ഷം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നത്. അത് ഈ രാജ്യത്തിന്റെ ബലഹീനതയല്ല, ഈ രാജ്യം തരുന്ന ഔദാര്യമാണെന്ന് മാത്രം ആലോചിക്കണം ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ. ഇതുപോലുള്ള വാർത്തകൾ ചെയ്ത് 25 പേര് ഇപ്പൊ ദുബായിലും ഖത്തറിലും കിടക്കുകയാണ്. അവിടെ വെറുതെ പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ. ഇവിടെ പോസ്റ്റ് ഇട്ട് ഇതിനൊക്കെയുള്ള വെല്ലുവിളികളും പോർവിളികളും നടത്തുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം നിന്നുണ്ട്. സ്വാതന്ത്ര്യം ആകാശത്തോളം വലുതല്ല, സ്വാതന്ത്ര്യത്തിന് അതിരുകളുണ്ട് എന്നുള്ള കാര്യം കൂടി ഇത്തരം ആളുകൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും.